കുറച്ചധികം ദിവസമായിട്ട് വയനാട് നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തലേന്ന് നാളെ എന്ന സ്വപ്നം കണ്ടുറങ്ങിയവർ, ഒരുപാട് പ്രതീക്ഷകളുമായി നടന്നവർ ഇന്നീ ഭൂമിയിലില്ല. സ്വന്തം ബന്ധുക്കൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവരെ ഈ ലോകം കൊണ്ടുപോയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേരിൽ കിടന്ന് അടികൂടുന്നത്? ജാതിയോ മതമോ വർണ്ണമോ പാർട്ടിയോ പോലും അറിയാതെ എല്ലാവരും ഒന്നായി എല്ലാ മതസ്ഥരുടെയും പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങി ഈ ഭൂമിയിൽ നിന്നും മണ്ണ് മറഞ്ഞു. ഒരുപാട് പ്രാർത്ഥനയും പ്രതീക്ഷയായിരുന്നവർക്ക് കണ്ണീര് മാത്രം നൽകിക്കൊണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എത്രയോ പേർ വിധിയുടെ വിളയാട്ടത്തിന് ഇരകളായിരിക്കുന്നു. സഹിക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യനാണോ എന്ന് പോലും അറിയാതെ അവർക്ക് ഒരു രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടത് അവരുടെ ജീവൻ മാത്രമല്ല, അവരുടെ അടയാളങ്ങൾ കൂടിയാണ്. അവരുടെ ജാതി മതം എല്ലാം നഷ്ടമായി. നാനാ മതസ്ഥർ ചേർന്ന് അവരുടെ കർമ്മങ്ങൾ ചെയ്തു. ഇനിയും എന്തിനാണ് ഈ ലോകത്ത് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ അടികൂടുന്നത്? സഹിക്കാനാവാത്ത ദുരന്തം തന്ന വയനാട്ടിൽ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ കൂടിയാണ് നമ്മൾ മലയാളികൾ ഇന്ന് ചെയ്യുന്നത്. നമുക്ക് പോലും അറിയാത്ത സഹോദരങ്ങളെയാണ് നമ്മൾ സഹായിക്കുന്നത്. ഒരുമിച്ച് നിന്നും അവരെ കൈത്താങ്ങാൻ വേണ്ടി നമ്മൾ പെടാപ്പാട് വിടുന്നു. ഇനിയെങ്കിലും ഓർത്തൂടെ? എന്തിനാണ് ഈ പാർട്ടി? എന്തിനാണ് ഈ വിവേചനം? എന്തിനാണ് പല മതം? ഇത്രയൊക്കെ സംഭവങ്ങളുണ്ടായിട്ടും നമ്മൾ പഠിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്നാണ് പഠിക്കുക? ഇനിയെങ്കിലും മനുഷ്യൻ മാറണം, മാറിയേ പറ്റൂ. നമ്മൾ ഒന്നാണെന്ന് തെളിയിക്കൽ ഒരു ദുരന്തം നമ്മുടെ മുമ്പിൽ വരണമെന്ന് ആവശ്യമില്ല. ഇനിയും എന്തിനാണ് ഈ ദുരഭിമാന കൊലകൾ? ഒന്ന് ചിന്തിച്ചുകൂടെ? ഈ വലിയ ദുരന്തം നമുക്കൊരു തിരിച്ചറിവാക്കിക്കൂടെ? സ്വന്തം മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർ, സ്വന്തം മക്കളെ നഷ്ടപ്പെട്ടവർ ഇനിയും ഈ ഭൂമിയിലുണ്ട്. അവരെ നമുക്ക് ചേർത്ത് പിടിക്കാം. അവർക്കൊരിടം. ഇനിയൊരു ദുരന്തമല്ല നമ്മുടെ ലക്ഷ്യം. അവർക്ക് സുരക്ഷിതമായ ഒരിടം നമ്മൾ തയ്യാറാക്കി നൽകും. ഒരുപാട് പേരുടെ പ്രതീക്ഷകൾ നഷ്ടമാക്കിയ ഈ ഒരു ദുരന്തം ഇനി ഒരിക്കലും നമ്മുടെ ഭൂമിയിൽ വരാതിരിക്കട്ടെ. നമ്മളാൽ കഴിയുന്നത് എന്താണോ അത് നമ്മുടെ സഹോദരങ്ങൾക്ക് ചെയ്യുക തന്നെ വേണം.